പ്രിയമുള്ളവരെ, നാം മോശയുടെ ന്യായപ്രമാണങ്ങളെക്കുറിച്ചാണല്ലോ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ വിഷയം മോശെ സെക്സിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതാണ് നാം ഇന്ന് പഠിക്കുന്നത്. നിൻ്റെ അപ്പൻ്റെ നഗ്നതയും അമ്മയുടെ നഗ്നതയും അനാവൃതമാക്കരുത്. The nakedness of thy father or the nakedness of thy mother shall thou not uncover. The nakedness of thy father or the nakedness of thy mother shall not thou uncover. അപ്പോൾ നിൻ്റെ അമ്മയുമായി അല്ലെങ്കിൽ നിൻ്റെ അപ്പനുമായി സെക്സിൽ ഏർപ്പെടരുത് എന്നാണ്. ഒരു മകൻ തൻ്റെ അമ്മയുമായോ അല്ലെങ്കിൽ ഒരു മകൾ തൻ്റെ അപ്പനുമായോ സെക്സിൽ ഏർപ്പെടരുത്. ഇതാണ് ഒന്നാമത്തെ ഇതിലെ കാര്യം. അടുത്തത്, അപ്പൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്. The nakedness of thy father's wife shall thou not uncover. The nakedness of thy father's wife ഷാൽ ദൗ നോട്ട് അൺകവർ. അപ്പോൾ നിൻ്റെ അമ്മയല്ലാതെ വേറെ സ്ത്രീയെ നിൻ്റെ അപ്പൻ വിവാഹം കഴിച്ചെങ്കിൽ ആ വിവാഹം കഴിച്ച ആ അപ്പൻ്റെ ഭാര്യയുമായും ഒരിക്കലും സെക്സിൽ ഏർപ്പെടരുത്. അടുത്തത്, അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ നിൻ്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. The nakedness of thy sister, the daughter of thy father, or daughter of thy mother, whether shall be born at home or born abroad, even their nakedness thou shalt not uncover. അപ്പം നിൻ്റെ അപ്പൻ്റെ മകൾ അത് നിൻ്റെ സഹോദരി ആയിരിക്കുമല്ലോ. ഇനി അമ്മയുടെ മകൾ, അതായത് നിൻ്റെ അപ്പൻ്റെ മകളല്ലെങ്കിലും അമ്മയ്ക്ക് വേറൊരു ഭർത്താവിലുണ്ടായ മകളാണെങ്കിലും, അതേപോലെ തന്നെ നിൻ്റെ അമ്മയുടെ ഭർത്താവിൻ്റെ മകളാണെങ്കിലും നിൻ്റെ സഹോദരിയാണ്. അവരുമായി നിനക്ക് സെക്സിൽ ഏർപ്പെടാൻ പാടില്ല. അതവർ സ്വന്തം വീട്ടിൽ ജനിച്ചാലും അന്യ വീട്ടിൽ ജനിച്ചാലും അത് പാടില്ല. അടുത്തത്, നിൻ്റെ മകൻ്റെ മകളുടെ നഗ്നതയോ മകളുടെ നഗ്നതയോ അനാവൃതമാക്കരുത്. നിൻ്റെ മകൻ്റെ മകളുടെ the nakedness of thy son's daughter or of thy daughter's daughter, even their nakedness thou shalt not uncover. അപ്പോൾ നിൻ്റെ മകൻ്റെ മകളുടെ നഗ്നത, നിൻ്റെ മകന് ഒരു കല്യാണം കഴിച്ച് മകളുണ്ടാകുന്നു, ആ മകളുമായി നീ സെക്സിൽ ഏർപ്പെടരുത്. അതുപോലെ തന്നെ മകളാണെങ്കിൽ മകനുമായി സെക്സിൽ ഏർപ്പെടരുത്. ഇനി അടുത്തത്, നിൻ്റെ അപ്പന് ജനിച്ചവളും അവൻ്റെ ഭാര്യയുടെ മകളുമായവളുടെ നഗ്നത, നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അനാവൃതമാക്കരുത്. അടുത്തത്, അപ്പൻ്റെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. Thou shalt not uncover the nakedness of thy father's sister. നിൻ്റെ അപ്പൻ്റെ സഹോദരി അവരുടെ നഗ്നത നീ അനാവൃതമാക്കരുത്, അവരുമായി സെക്സിൽ ഏർപ്പെടരുത്. അടുത്തത്, അമ്മയുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. നിൻ്റെ അമ്മയ്ക്കൊരു സഹോദരിയുണ്ട്, ആ സഹോദരിയുമായി നീ എന്തു ചെയ്യണം? സെക്സിൽ ഏർപ്പെടരുത്. Thou shalt not uncover the nakedness of thy mother's sister. Yes. അടുത്തത്, അപ്പൻ്റെ സഹോദരൻ്റെ നഗ്നത അനാവൃതമാക്കരുത്. നിൻ്റെ അപ്പന് ഒരു സഹോദരനുണ്ട്, ആ സഹോദരനുമായി ഈ പറയുന്ന സെക്സിൽ ഏർപ്പെടരുത് എന്നാണ് പറയുന്നത്. Thou shalt not uncover
the nakedness of thy father's brother. And thou shalt not approach to his wife. അപ്പോൾ എന്ത് ചെയ്യണം? നിൻ്റെ അപ്പൻ്റെ സഹോദരനായിട്ട് ഈ പറയുന്നതായ സെക്സിൽ ഏർപ്പെടരുത്. അദ്ദേഹത്തിനൊരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യയുമായി നിനക്ക് ഇത്തരം ഒരു ബന്ധം പാടില്ല എന്നാണ് ബൈബിളിൽ പറയുന്നത്. അടുത്തത്, നിൻ്റെ മരുമകളുടെ നഗ്നത അനാവൃതമാക്കരുത്, അവൾ നിൻ്റെ മകൻ്റെ ഭാര്യയല്ലോ. 15 Thou shalt not uncover the nakedness of thy daughter-in-law. Thou shalt not uncover the nakedness of thy daughter-in-law. She is thy son's wife. അടുത്തത്, നിൻ്റെ മരുമകളുടെ നഗ്നത അനാവൃതമാക്കരുത്, അവൾ നിൻ്റെ മകൻ്റെ ഭാര്യ അല്ലോ. ഇതാണ്. അടുത്തത് 16 സഹോദരൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കരുത്, അത് നിൻ്റെ സഹോദരൻ്റെ നഗ്നതയല്ലോ. യെസ്. അപ്പോൾ 16 Thou shalt not uncover the nakedness of thy brother's wife. അപ്പോൾ നിൻ്റെ സഹോദരൻ്റെ ഭാര്യയുമായി സെക്സിൽ നീ ഏർപ്പെടരുത് എന്നാണ് പറയുന്നത്. അടുത്തത് 17 ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത അനാവൃതമാക്കരുത്, അവളുടെ മകൻ്റെയോ മകളുടെ നഗ്നത അനാവൃതമാക്കുമാറ് അവരെ പരിഗ്രഹിക്കരുത്. യെസ്. Thou shalt not uncover the nakedness of a woman and her daughter, neither shalt thou take her son's daughter or her daughter's daughter to uncover her nakedness, for they are her near kinswomen. It is wickedness. അപ്പോൾ സ്ത്രീയുടെ അവളുടെ മകളുടെയും നഗ്നത, അതായത് ഒരു സ്ത്രീയെയും അവളുടെ അമ്മയെയും ഒരു വിധത്തിലും നിൻ്റെ ഭാര്യ അല്ലാത്ത ഒരുവളെ എന്നതിൻ്റെ അർത്ഥം, അതിൻ്റെ ചുരുക്കം അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ത്രീയുടെയും അവളുടെ മകളുടെയും നഗ്നത അനാവൃതമാക്കരുത്, അവളുടെ മകൻ്റെയോ മകളുടെ നഗ്നതയോ അനാവൃതമാക്കരുത് എന്നിത്യാദി കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അടുത്തത്, ഭാര്യ ജീവനോടിരിക്കുമ്പോൾ അവളെ ദുഃഖിപ്പിക്കുവാൻ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. Neither shall thou take a wife to her sister to vex her, to uncover her nakedness beside the other in her lifetime. അപ്പോൾ neither shall thou take a wife to her sister to vex her, to uncover her nakedness beside the other in her lifetime. ഭാര്യ ജീവനോടിരിക്കുമ്പോൾ അവളെ ദുഃഖിപ്പിക്കുവാൻ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കരുത്. ഇനി അടുത്തത്, ഒരു സ്ത്രീ ഋതുനിമിത്തം അശുദ്ധമായിരിക്കുമ്പോൾ അവളുടെ നഗ്നത അനാവൃതമാക്കുമാറ് അവളോട് അടുക്കരുത്. Also thou shalt not approach unto a woman to uncover her nakedness, as long as she is put apart for her uncleanliness. അത് നമുക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി 20 കൂട്ടുകാരൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ച് അവളെ കൊണ്ട് നിന്നെ അശുദ്ധമാക്കരുത്. 20 Moreover thou shalt not lie camely with thy neighbor's wife to defile thyself with her. നിൻ്റെ അയൽക്കാരനോ നിൻ്റെ കൂട്ടുകാരനോ ആയിട്ടുള്ളവൻ്റെ ഭാര്യയെ നീ ഒരിക്കലും സെക്സിൽ ബന്ധപ്പെടരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത്, സ്ത്രീയോടെന്ന പോലെ പുരുഷന്മാരോട് കൂടെ ശയിക്കരുത്, അത് മ്ലേച്ഛത. 22 Thou shalt not lie with mankind as with womankind, it is abomination. അപ്പോൾ ഒരു സ്ത്രീയോടെന്ന പോലെ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായി അവിഹിത ബന്ധം, അതായത് സെക്സിൽ ഏർപ്പെടരുത്. അടുത്തത്,
യാതൊരു മൃഗത്തോടു കൂടെ ശയിച്ച് അതിനാൽ നിന്നെ അശുദ്ധനാക്കരുത്. യാതൊരു സ്ത്രീയും ഒരു മൃഗത്തോടു കൂടെ ശയിക്കേണ്ടതിന് അതിൻ്റെ മുമ്പിൽ നിൽക്കുകയും അരുത്, അത് നികൃഷ്ടം. യെസ്, neither shall thou lie with any beast to defiles thyself therewith. Neither shall any woman stand before a beast to lie down thereto. It is confusion. അപ്പോൾ യാതൊരു മൃഗത്തോടു കൂടെ ശയിച്ച് അതിനാൽ നിന്നെ അശുദ്ധമാക്കരുത്. യാതൊരു സ്ത്രീയും ഒരു മൃഗത്തോടു കൂടെ ശയിക്കേണ്ടതിന് അതിൻ്റെ മുൻപിൽ നിൽക്കുക പോലും അരുത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മോസസ് സെക്സ് കോഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.